ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രഖ്യാപനത്തിന് ശേഷവും യുഎയിൽ ഡ്രോണുകളും മിസൈലുകളും എത്തി. അബുദാബിക്ക് നേരെയാണ് ഇന്ന് വൈകുന്നേരം ആക്രമണം ഉണ്ടായത്. ഇതിനിടയിലും വിമാന സർവീസുകൾ കൂടുതൽ സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുഎഇ വിമാന കമ്പനികൾ. പ്രവാസികൾ ഉൾപ്പെടെ യുഎഇ സമൂഹം കരുത്തോടെ ഒന്നിച്ചു നിൽക്കുമെന്ന് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പറഞ്ഞു. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ഷിനോജ്, ആക്രമിക്കില്ല, ഇനി ഏതെങ്കിലും രീതിയിൽ തങ്ങളെ അറ്റാക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഒരു പ്രത്യാക്രമണം എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ പിന്നാലെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? യുഎഇയിലെ സാഹചര്യം എവിടെയൊക്കെയാണ് ആക്രമണം ഉണ്ടായത്? എപ്പോഴാണ് ആക്രമണം ഉണ്ടായത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ജിന, വലിയ പ്രതീക്ഷയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയോടുകൂടി യുഎഇ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ടായത്. എല്ലാവരും സമാധാനം തിരിച്ചു വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം ഇഫ്താറോടുകൂടിയാണ്, ആ സമയത്താണ് വീണ്ടും അലർട്ടുകൾ വരികയും അബുദാബി, ദുബായ് തുടങ്ങിയ മേഖലയിൽ വീണ്ടും ഡ്രോണുകളും മിസൈലുകളും പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. ഈ ഡ്രോണുകളെയും മിസൈലുകളെയും ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവയെ ശക്തമായി നേരിടുന്നുമുണ്ട്. പക്ഷേ ഇത് എത്ര സമയം തുടരും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. ഇപ്പോഴും ദുബൈയിലെ പലർക്കും അലർട്ട് ലഭിക്കുന്നുണ്ട്. അവരുടെ മൊബൈൽ ഫോണുകളിൽ ജാഗ്രത പാലിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അബുദാബിയിലും ഈ രാത്രിയിലും ആളുകൾക്ക് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസവും ഇതേ സമാനമായ അവസ്ഥ തന്നെ ആയിരിക്കുമോ എന്നുള്ള ആശങ്ക വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് യുഎഇയിലെ വിമാനത്താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന ഒരു പ്രചാരണം ഉണ്ടായത്. രാവിലെ ഇത്തരത്തിൽ പ്രചാരണവും അതേപോലെ തന്നെ ആക്രമണ നീക്കങ്ങളും ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ദുബായ് വിമാനത്താവളം അല്പനേരം അടച്ചിട്ടിരുന്നു. എമിറേറ്റ്സ് പ്രഖ്യാപിച്ച സർവീസുകൾ റദ്ദാക്കിയിരുന്നു. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ വീണ്ടും ഈ സർവീസുകൾ പുനരാരംഭിക്കുകയും ഫ്ലൈ ദുബൈയും എമിറേറ്റ്സും അടക്കമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെയും പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീന. അതിനിടയിലാണ് വളരെ സമൂഹത്തിന് വളരെയധികം കരുത്ത് നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന പ്രസ്താവനകളുമായി യുഎഇ പ്രസിഡന്റ് അബുദാബി ടിവിക്ക് അഭിമുഖം നൽകിയത്. അദ്ദേഹം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യൻ, ഇറാനി പ്രവാസികളെ അടക്കം സന്ദർശിച്ച ശേഷമാണ് ഇത്തരം പ്രസ്താവന നടത്തിയത്. തുടരുക. ഇപ്പോൾ പ്രസിഡന്റിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതിലേക്ക് പോവാം. الإمارات بخير، فيها من الناس المخلصين اللي الواحد يتشرف أن ينتمي لهذه الدولة. أريد أشكر المؤسسة العسكرية على دورها، واجبها ودورها المميز اللي طلعت فيه في أثناء هذه الحرب. وأشكر المؤسسات الأمنية الباقية، وزارة الداخلية، أجهزة الأمن، الدفاع المدني، ويعذرني الباقين إذا ما ذكرت أساميهم. ഷിനോജ് ഷംസുദ്ദീൻ തുടരുന്നുണ്ട്. ഷിനോജ്, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രസിഡന്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് ആക്രമണത്തെയും ചെറുക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളെ എങ്ങനെയൊക്കെ ചെറുത്തു നിൽക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന വിവിധ രാജ്യക്കാരായിട്ടുള്ള പ്രവാസികളെ സന്ദർശിച്ച ശേഷമാണ് അബുദാബി ടിവിക്ക് ഇത്തരമൊരു അഭിമുഖം നൽകിയത്. അദ്ദേഹം പറഞ്ഞത് യുഎഇ സൗമ്യമുഖമുള്ള ഒരു രാജ്യമാണ്. പക്ഷേ അത് യുഎഇയുടെ ദുർബലതയല്ല, മറിച്ച് കരുത്താണ്. സൗമ്യമായി നിൽക്കുന്നുണ്ടെങ്കിലും ശക്തമായ എതിർപ്പുകളെ അത് എല്ലാ കരുത്തോടും കൂടി തിരിച്ചടിക്കും, അതിനെ പ്രതിരോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ കരുത്താണ് പ്രവാസി സമൂഹം. ഈ വളരെ സന്നിഗ്ധമായ ഘട്ടത്തിലും പ്രവാസികൾ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ കരുത്താണ്. ഈ കരുത്ത് തുടരും എന്നുള്ള ഒരു പ്രസ്താവനയാണ് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ജീന, ഷിനോജ്, എങ്ങനെയാണ് അവിടുത്തെ വിമാന സർവീസുകൾ എങ്ങനെയാണ് ഇപ്പോൾ? സാധാരണ നിലയിലായിട്ടുണ്ടോ അതോ പൂർണ്ണമായും സാധാരണ നിലയിൽ എത്തിയില്ലേ? എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം?
പൂർണ്ണമായി സാധാരണ നിലയിലേക്ക് എത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ എമിറേറ്റ്സ് നടത്തിയ പ്രസ്താവന ഇന്ന് 60% ശേഷിയിൽ സർവീസ് ആരംഭിക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ 100% ശേഷിയിലേക്ക് സർവീസ് കൊണ്ടുപോകും എന്നുമാണ്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ആക്രമണത്തിൽ ദുബൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം അല്പസമയം നിർത്തിവെക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ എമിറേറ്റ്സും പ്രവർത്തനം നിർത്തുകയാണ്, സർവീസുകൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു അറിയിപ്പുമായി മുന്നോട്ട് വന്നു. പക്ഷേ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ദുബൈ വിമാനത്താവളവും അതേപോലെ തന്നെ എമിറേറ്റ്സും ഈ പ്രസ്താവന പിൻവലിച്ചു. അവർ സർവീസ് പുനരാരംഭിക്കുകയാണ് എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായ തോതിൽ സർവീസ് പുനരാരംഭിച്ചിട്ടില്ല. ചെറിയ തോതിലുള്ള സർവീസാണ് ഇപ്പോഴും നടക്കുന്നത്. വിമാനത്താവളവും ഭാഗികമായാണ് സർവീസ് നടത്തുന്നത്. DXB എന്നറിയപ്പെടുന്ന ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളവും അതേപോലെ തന്നെ മക്തൂം വിമാനത്താവളവും ചേർന്ന് ഭാഗികമായ രീതിയിൽ വിമാനങ്ങൾ രണ്ട് വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുവിട്ടുകൊണ്ട് സർവീസ് കൂടുതൽ സജീവമാക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമാകുമെന്നും അല്ലെങ്കിൽ കൂടുതൽ ക്രമാനുഗതമാകുമെന്നും ആണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള വിമാനങ്ങൾ കേരളത്തിലേക്കടക്കം റാസൽ ഖൈമയിൽ നിന്നും അതേപോലെ ദുബൈയിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. ജിന.